നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചില ദിവസങ്ങൾ മോശവുമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് ചില ദിവസങ്ങൾ തൊടുന്നതെല്ലാം തന്നെ പ്രശ്നങ്ങളായി മാറുകയും ചില ദിവസങ്ങൾ ഫലവത്തായി എല്ലാ കാര്യങ്ങളും ശരിയാവുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത് മനസ്സിൻ്റെ കാരകനും കൂടിയായ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിവസങ്ങൾ, അതേപോലെ തന്നെ ഫലങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8-10 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായി എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8-10 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, ധനസംബന്ധമായ നേട്ടങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാവിലെ 11:22 ശേഷം അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. കൂടാതെ ഉദരവൈഷമ്യത്തിനും സാധ്യതയുണ്ട്. ഈ ഫലം ശനിയാഴ്ച വരെയാകുന്നു. അടുത്തത് മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8-10 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനലാഭം, സൗഖ്യവും ശത്രുനാശവും രോഗശമനവും ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാത്രി 8-10 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:28 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും കാണുന്നു. ചൊവ്വാഴ്ച രാവിലെ 11:22 ശേഷം ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, സുഖശയനം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത,
ശത്രുനാശവും രോഗശമനവും ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും കാണുന്നു. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:28 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ദാമ്പത്യ സൗഖ്യം, ഭാര്യാഭർത്തൃലാഭം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച രാത്രി 11:22 ശേഷം അനുകൂലമല്ല, കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെയാണ്. അടുത്തത് ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിയുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. ധനനാശത്തിനു സാധ്യതയുള്ളതിനാൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 ശേഷം 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ഭാര്യാഭർത്തൃലാഭം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 ശേഷം അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവ്, ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് വിക്രയങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 മുതൽ 7-ാം തീയതി രാത്രി 8:10 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം,
വസ്ത്രാദി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല, കാര്യ തടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. അടുത്തത് ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും ജന്മത്തിലും കൂടി, അതായത് 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 മുതൽ അനുകൂലമല്ല. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 വരെ കാര്യ തടസ്സം കാണുന്നു. അമിത ചെലവ്, ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങളിൽ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച രാത്രി 8:10 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ശനിയാഴ്ച രാത്രി വരെ ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ടം അന്ത്യപകുതി, ചതയം, പുരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, മൃഷ്ടാന്ന ലാഭം, പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 8:10 മുതൽ അനുകൂലമല്ല, കാര്യ തടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവ്, ധനനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ ധനക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തത് പുരുരുട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ഉദര വൈഷമ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. 5-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:22 മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യം സിദ്ധിക്കുന്നതായിരിക്കും എന്നിവ ഫലങ്ങളാകുന്നു. ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.